ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ വെളിച്ചത്തിൽ തങ്ങൾക്ക് ഉറപ്പായും ഭരണം ലഭിക്കുമെങ്കിൽ ആരായിരിക്കണം UDFനെ നയിക്കേണ്ടത് എന്ന ചർച്ച UDF ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ അതിവിദഗ്ധൻ VD സതീശനാണെന്ന് സതീശനോട് അല്ലറ ചില്ലറ കാര്യങ്ങളിൽ എതിർപ്പുള്ളവർ പോലും പറയുന്നു. VD സതീശന്റെ നേതൃപാഠവുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ അവർക്ക് ആവശ്യം. അതേസമയം സതീശനേക്കാൾ സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും നിരവധി പേർ ചരട് വലിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ പാർട്ടിയിൽ സ്വാധീനമുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കൊണ്ട് ഒന്ന് പയറ്റി നോക്കാനാണ് അവരുടെ ചില യുവ നേതാക്കളുടെയും താല്പര്യം. മുഖ്യമന്ത്രി കസേരയ്ക്കും മറ്റ് മന്ത്രിമാരുടെ കസേരയ്ക്കും നിരവധി സ്ഥാനമാനങ്ങൾക്കും ചരടുവലികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ അമിതാവേശം പൂണ്ട് വെറും ഒരു സ്വപ്ന ലോകത്ത് വിരാജിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ഒരിക്കൽ കൂടി അതും മൂന്നാമത്തെ തവണയും ഭരണം തിരിച്ചു പിടിക്കാൻ കഴിവുള്ള UDFനേക്കാൾ എല്ലാ രീതിയിലും കഴിവുള്ള ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ എന്ന് UDFകാർ മറന്നു പോകാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇപ്പോൾ തന്നെ ഏത് വിധേനയും ഭരണമാറ്റത്തിനുള്ള UDF സാധ്യത അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുമായി LDF രംഗത്തെത്തിക്കഴിഞ്ഞു. മലയാള മനോരമയുടെ കണക്കനുസരിച്ച് ഇപ്പോഴുള്ള 99 MLAമാരിൽ 58 പേർ സുനിശ്ചിതമായി ജയിക്കും. ബാക്കിയുള്ള സംശയ നിഴലിലുള്ള 41 പേരിൽ ഒരു 13 പേരെ കൂടി ജയിപ്പിച്ചെടുത്താൽ വീണ്ടും അധികാരത്തിലെത്താൻ LDFന് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് ഈ സംശയമുള്ള 41 പേർക്കും സഖാവ് പിണറായി വിജയൻ ഒരു കൃത്യമായ സന്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അവരോടായി അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയപ്പെടുന്ന വോട്ട് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. അതിനുവേണ്ടി ചെയ്യാനുള്ള എല്ലാം ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങാം. ആരുടെ സഹായം സ്വീകരിച്ചിട്ടാണെങ്കിലും നഷ്ടപ്പെടാനിടയുള്ള എല്ലാ വോട്ടുകളും പിടിച്ചെടുക്കാൻ പ്രാദേശികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുക. ആദ്യമായി പ്രശ്നങ്ങൾ പഠിക്കുക, അതിനുള്ള പരിഹാരം കണ്ടെത്തുക. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ഇനി നിർത്തുകയുള്ളൂ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും വേണം. അവരെ വിശ്വാസത്തിൽ എടുക്കുകയും വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് ആത്മാർത്ഥമായി ശ്രമിക്കണം. അതേ സമയം മറുവശത്ത് UDF അധികാരത്തിൽ വന്നാൽ ഇനി ആരായിരിക്കും ഭരിക്കുക എന്ന ചോദ്യം മുൻപിൽ നിൽക്കുന്നു. UDF നേടുമെന്ന് കരുതിയിരിക്കുന്ന മഹാഭൂരിപക്ഷം സീറ്റുകളിലും മുസ്ലിം ലീഗിലും മറ്റു പാർട്ടികളിലെ മുസ്ലിം നാമധേയരായ MLAമാർക്കുമായിരിക്കും അവസരം ലഭിക്കുക. ഇങ്ങനെയുള്ള നിരവധി സോഷ്യൽ മീഡിയ ക്യാപ്സ്യൂളുകളിലൂടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി UDFൻ്റെതായ ഒരു ന്യൂനപക്ഷ പ്രീണന സർക്കാർ വരാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുക. ഒരുപക്ഷെ ശ്രീ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി വരെ ആകാമെന്നുള്ള പ്രചാരണങ്ങളുമായി അവർ രംഗത്തും വരാം. അപ്രതീക്ഷിതമായി UDFന് കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിച്ചെങ്കിലും അവർ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇപ്പോൾ തന്നെ വീണിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് കൊച്ചിയിൽ അടുത്ത മേയർ ആരാകണമെന്ന കാര്യത്തിൽ ഹൈബി ഈഡൻ ബോധപൂർവം തുറന്നുവിട്ടിരിക്കുന്ന ഒരു ചർച്ച ഇതിനോടകം ചൂടുപിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടും അടുത്ത മേയറാകാൻ ദീപ്തി മേരി വർഗീസിനേക്കാളും പ്രാപ്തയായ ഒരു നേതാവ് ഇല്ലെന്നിരിക്കെ പുതിയ ചരടുവലികളുമായി ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൈബി. ഇത്തരം അനാവശ്യ ചർച്ചകളും തെരഞ്ഞെടുപ്പിന് മുമ്പില്ലാത്ത ഇതുപോലത്തെ വില കുറഞ്ഞ തന്ത്രങ്ങളും പയറ്റുന്നത് എന്തുകൊണ്ടും UDFന് ക്ഷീണമുണ്ടാക്കിയേക്കും. ജാതിയുടെയും ഉപജാതിയുടെയും പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വോട്ടർമാരുടെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതും ഒരു കണക്കിന് അവർക്ക് അപകടമാണ്. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ തന്നെയായിരിക്കും വീണ്ടും വരിക. ഈ അവസരം മുതലെടുക്കാൻ പിണറായിയും കൂട്ടരും എല്ലാ രീതിയിലും സജ്ജരുമാണ്. സാഗ് ന്യൂസ് ട്രിവാൻഡ്രം.